ഇത് തകർക്കും. വേറെ ലെവൽ പ്രതീക്ഷ തന്നെയാണുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ഈ വമ്പൻ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ചത് ശ്രീലങ്കയിലാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡൽഹിയിലാണ് പുരോഗമിക്കുന്നത്. സിനിമയിൽ മമ്മൂട്ടിയുടെ ഭാഗങ്ങളുടെ ചിത്രീകരണം നടക്കുന്നതിന്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ മോഹൻലാലും ഡൽഹിയിലെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പുത്തൻ ലുക്കിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത്. സാൾട്ട് ആൻഡ് പെപ്പർ ഹെയർ സ്റ്റൈലിൽ ഡ്രീം ചെയ്ത ലുക്കിലുള്ള മോഹൻലാലിന്റെ ലൊക്കേഷൻ ചിത്രങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. മമ്മൂട്ടിക്കൊപ്പം സംസാരിച്ചു നിൽക്കുന്ന ലാലേട്ടന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. നേരത്തെ മമ്മൂട്ടിയുടെ വിവിധ ഗെറ്റപ്പുകളുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തുവരികയും വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. അഭിനയത്തിൽ മാത്രമല്ല ലുക്കിലും ഇരുവരും തമ്മിലുള്ള മത്സരം ചിത്രത്തിൽ കാണാമെന്നാണ് ആരാധകരുടെ കമന്റുകൾ. എമ്പുരാനിലെ ഖുറൈഷി അബ്രാമിന്റെയും തുടരുമിലെ ഷൺമുഖത്തിന്റെയും ലുക്കിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണല്ലോ പുതിയ ലുക്ക് എന്നാണ് പുതിയ കമന്റുകൾ. ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ചിത്രത്തിലെ ഛായാഗ്രഹണം. ശ്രീലങ്ക, ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലൻഡ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായി 150 ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക. ഡൽഹി ഷെഡ്യൂൾ ഫെബ്രുവരിയിൽ തന്നെ അവസാനിക്കും. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം നയൻതാര, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, രേവതി, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് തുടങ്ങിയ വലിയ താരനിര തന്നെയാണ് സിനിമയിൽ ഒന്നിക്കുന്നത്. ചിത്രം 100 കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നതെന്നും KGF-ഉം കാന്താരയും കന്നഡ സിനിമയുടെ മുഖം മാറ്റിയതുപോലെ മലയാളം ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് കൂടുതൽ വിപുലമാക്കാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്നാണ് സിനിമാ ആരാധകരുടെ അഭിപ്രായം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.